പറയാം. വെള്ളച്ചാമി, ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നവനെ ഒന്നിട്ടായാലും നമുക്ക് ആ കുട്ടിയെ കൊണ്ടുപോകണം. ശരിയാണോ? ഞാനേറ്റു. ശ്രീകുട്ടി ശ്രീകുട്ടി അങ്കിൾ വേണ്ട അങ്കിൾ വേണ്ട. മോളെ വെള്ളച്ചാമി, തീർത്തേക്കടാ. ശ്രീകുട്ടി മുഖത്തിൽ പറ്റുമോ? ശ്രീകുട്ടി മോളെ ശ്രീകുട്ടി ശ്രീകുട്ടി മോളെ ശ്രീകുട്ടി ശ്രീകുട്ടി മോളെ വിടാൻ ശ്രീകുട്ടി മോളെ മോളെ വിടാൻ ശ്രീകുട്ടി മോളെ എന്തായാലും ശ്രീകുട്ടിയെ നാടോടികൾ കൊണ്ടുപോയി. ശ്രീകുട്ടി ശ്രീകുട്ടി മോള് അയ്യോ മോള് നീ സമാധാനിക്ക്, ഞാൻ വണ്ടി എടുക്കാം. ആരായിരിക്കും അത്? എന്നാലും ആ സ്ത്രീ അവൾ ആരാ? അവളാകും അശ്വതി. മോളെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. ഇപ്പൊ ആദ്യേട്ടനെ വിട്ടിട്ട് അരുണിനെ പിടിച്ചിരിക്കുക അവള്. അരുണിങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അരുൺ എന്റെ മോള്. അഭി, നീ കരയാതെ, നമുക്ക് കണ്ടുപിടിക്കാം മോളെ. മോളെ കാണുന്നില്ലല്ലോ, ഇനി എന്താ ചെയ്യാ? ആ വണ്ടിയും കാണുന്നില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേഗം പോലീസിനെ അറിയിക്കാം. എനിക്ക് പിന്നെ വേഗം വിളിക്കാം. എന്റെ ശ്രീകുട്ടി. ഹലോ, എസ് ഐ പറഞ്ഞോളൂ. സാർ, കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി.
ഇവിടെ റിംഗ് റോഡിനടുത്താ. എപ്പോ? സാർ, ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞങ്ങൾ കാറുമായിട്ട് പിന്നാലെ വന്നതാ. ഇപ്പോൾ ആ വാഹനത്തെ കാണാനില്ല. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങൾ ഇപ്പം ആ റിംഗ് റോഡിന് ഓപ്പോസിറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ നിൽക്കൂ. ഞാനിപ്പോ അവിടെ എത്തും. ശരി സാർ. വണ്ടി എടുക്ക്. അഭി, പോലീസ് ഇപ്പോൾ എത്തും. നമ്മുടെ മോളെ നമ്മുടെ കൺമുന്നിന്ന് നീ പേടിക്കണ്ട മോളെ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. SI ഫോൺ എടുത്തേ. നീ ടെൻഷൻ ആവണ്ട മോളെ, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. എന്നെ വീട് മിണ്ടാതിരിക്കടി കൊച്ചേ, അമ്മ മിണ്ടാതിരിക്കേ. എടി മിണ്ടാതിരിക്കേ. മിണ്ടാതിരിക്കടി. ബഹളം വെച്ചാ കൊല്ലും ഞാൻ. കൊല്ലും ഞാൻ. എന്നെ അമ്മ മിണ്ടാതിരിക്കാം. ഇതെന്നെ. എന്തോ ഇത്? മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? മിണ്ടാതിരിക്കടി. ഇവനായിരുന്നു. സാർ, ഈ വഴിക്കായിരിക്കും കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ജയേഷ് ഇപ്പോ അഭിരാമിയെ കണ്ട ആകെ പ്രശ്നവും. എന്താ പരാതി പറയും? സാർ, ഞാൻ പറഞ്ഞല്ലോ മോളെ കുറെ പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. എവിടേക്ക്? അത് 2-3 പേരുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു വാനില ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ശ്രീകുട്ടി എന്ന് പറയുമ്പോ അശ്വതിയുടെ മോളല്ലേ? അതെ. ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വന്നു? അത് എൻ്റെ ഏട്ടൻ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതാ. വഴിയിൽ നിന്ന് കിട്ടിയ കുട്ടി നന്നായിട്ടുണ്ടല്ലോ. ഇതെന്താ വഴിയിൽ നിന്ന് ഇത്ര ഈസി ആയിട്ട് കിട്ടാൻ? വല്ല പൂച്ചയോ പട്ടിക്കുഞ്ഞോ വല്ലോ ആണ്? ശ്രീകുട്ടി എന്ന് പറയുമ്പോ ഒരു മനുഷ്യക്കുട്ടിയല്ലേ? നിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കുട്ടിയെ വീട്ടിൽ എങ്ങനെയാ താമസിപ്പിക്കുക? എന്നിട്ട് ആ വിവരം പോലീസിനെ അറിയിച്ചോ? ഇല്ല. അതെന്താ? അല്ല, അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണമല്ലോ. അപ്പോ അശ്വതി എവിടെയുണ്ടെന്ന് അരുണിനറിയാം. ഇല്ല. അത് വെറുതെ. എവിടെയാ അശ്വതി? ആദ്യം അത് പറയും. സാറേ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ശ്രീകുട്ടിയെ കാണാനില്ല. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതൊക്കെ ആദ്യം ഡീറ്റെയിൽസ് പറയും. വീട്ടിൽ എവിടെ വെച്ചാ കുട്ടിയെ കാണാതായത്? ഗേറ്റിനടുത്ത് വെച്ചാ. ഈ രാത്രി ഗേറ്റിനടുത്ത് കുട്ടി എന്തിനു പോയി? ചോദിച്ചതിന് മറുപടി പറയേ. ഗേറ്റിനടുത്ത് ഈ രാത്രി 3-4 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെ പോയി? സാർ, വെറുതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിൽക്കാതെ
മോളെ കണ്ടുപിടിക്കാൻ വേഗം എന്താന്ന് വെച്ചാൽ ഒന്ന് ചെയ്യ്. പോലീസിന്റെ ഡ്യൂട്ടി നീ എന്നെ പഠിപ്പിക്കണ്ട. ഇങ്ങനെ തർക്കിച്ചു നിന്നാ മോളെ അവര് എവിടേക്കെങ്കിലും കൊണ്ടുപോകും. അതിനു മുമ്പ് സാറ് വേഗം ഒന്ന് അന്വേഷിക്കണം പ്ലീസ്. ആ അന്വേഷിക്കാം. അല്ല അതെ, അരുൺ എന്നെ ഫോൺ ചെയ്തപ്പോ ഞങ്ങൾ മോളെ തിരക്ക് നടക്കുകയാണെന്നല്ലേ എന്നോട് പറഞ്ഞത്. അപ്പോ ആരാ ഈ കൂടെയുള്ള ഞങ്ങൾ? അത് എൻ്റെ ഏട്ടനും എല്ലാവരും ശ്രീകുട്ടി തിരക്കി നടക്കുക. വേഗം ശ്രീകുട്ടി രക്ഷിക്കാനുള്ള വഴിയൊന്ന് നോക്കണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ആ ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ എന്റെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ ശ്രീകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയെന്ന് അരുൺ പറഞ്ഞ കാര്യങ്ങളിൽ ചില ദുരൂഹതകളുണ്ട്. നമുക്ക് വീണ്ടും കാണാം. അതെല്ലാം നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇന്ന് നീ ശ്രീകുട്ടിയെ അശ്വതിയുടെ അടുത്തേക്ക് രഹസ്യമായി മാറ്റിയതാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. ആ ഒക്കെ ഞാൻ നിന്നെ കൊണ്ട് തന്നെ തെളിയിക്കും. ഭാഗ്യം കൊണ്ടായി ഇപ്പൊ രക്ഷപ്പെട്ടെ. അരുൺ, ജയേഷ് നമ്മുടെ മോളെ കണ്ടുപിടിക്കാൻ സഹായിക്കോ? ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴി കൂടി നോക്കാം. ഞാൻ എന്തായാലും ASP ഒന്ന് വിളിക്കാം. ഈശ്വര, അരുൺ വരുമ്പോ എന്നെ സംശയം ഉണ്ടാവോ? പ്രശ്നാവോ? ഭാഗ്യം, പോയിട്ട് ശ്രീകുട്ടിയെ കിട്ടിയിട്ടില്ല. അവളെ നാടോടികൾ കൊണ്ടുപോയി. രക്ഷപ്പെട്ടു. ഇനി പ്രശ്നമില്ല. സത്യം പറഞ്ഞോ, നീ ശ്രീകുട്ടി എന്താ ചെയ്തേ? ശ്രീകുട്ടിയെ ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ നടന്ന എല്ലാത്തിനും പിന്നില് നീയല്ലേ? അരുൺ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? നീ ശ്രീകുട്ടി എന്താണ് ചെയ്തത്? പറയടി, ശ്രീകുട്ടി നീ എന്താ ചെയ്തതെന്ന്. നിന്നെ ഇന്ന് പറയാൻ ഞാൻ വിടില്ല. പറയടി, ശ്രീകുട്ടി എന്താ ചെയ്തേ? പറയാം, സത്യം പറയടി. പറയാൻ നിന്നെ ഞാൻ വിടില്ല. നിന്റെ അവസാനമായിന്ന്. അരുണേ, പറയാം, ശ്രീകുട്ടി നീ എന്താ ചെയ്തേ? നീ കാണിക്കുന്നത് അരുണേ? ശ്രീകുട്ടി എവിടെയാടി? ശ്രീകുട്ടിക്ക് എന്താ പറയടി. അവസാനമാണ് നിന്റെ. ഞാൻ എന്താ നീ കാണിക്കുന്നത്? എന്താ ഇത്? രണ്ടാളും കൂടെ തല്ലി ചാകാൻ പോവാ? എന്താ അമ്മ നോക്കമ്മേ, ഈ അരുൺ എന്നെ. ശ്രീകുട്ടി അവൾ എന്താ ചെയ്തേ? എനിക്കത് അറിയണം. പറയടി. ഇവള് ശ്രീകുട്ടി ആർക്കോ വിറ്റതാ. ഞാൻ ദേ ഇപ്പൊ പോലീസിനെ വിളിക്കും. സത്യം ഇവളെ കൊണ്ട് തന്നെ പറയിക്കും. പറയടി. വിളിക്കേ, പെട്ടെന്ന് പോയി പോലീസിനെ വിളിക്കേ. എനിക്ക് ഒരാളെ പിടിപ്പിക്കാനുണ്ട്. അവളെ, ആ അശ്വതിയെ.
ഞാൻ അപ്പോ ആ ഗേറ്റിനടുത്ത് കണ്ടതാ ഒരു സ്ത്രീയെ. അത് മറ്റാരുമല്ല, അവളാ, ആ അശ്വതി. അവളാ ശ്രീകുട്ടിയെ കാണാൻ വന്നതാ. അമ്മേ, സംശയമൊന്നുമില്ല, അത് അശ്വതി തന്നെയാ. അവക്ക് ശ്രീകുട്ടിയെ കാണിച്ചു കൊടുക്കാനാ അരുൺ ശ്രീകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് ശ്രീകുട്ടിയെ അവളുടെ ഒളിത്താവളത്തിൽ എവിടെയോ കൊണ്ടാക്കിയിട്ട് വരും അരുൺ. അവളെ ആ അശ്വതി മിടുക്കിയല്ല, മിടുമിടുക്കിയ. ഏട്ടനെ മാത്രമല്ല, അനുജനെ അവള് വളച്ചെടുത്തു. എനിക്ക് ഇപ്പൊ മനസ്സിലായി, അത്രയ്ക്ക് വൃത്തികെട്ടവളാ അശ്വതി. നീ എടാ അരുൺ, അരുൺ, ആവശ്യമില്ലാതെ ഇനി ആ നാവ് നീ വളച്ച നിന്റെ ഈ വൃത്തികെട്ട നാവ് ഞാൻ ചവിട്ടി പിഴുതെടുക്കും. എന്താടി തുറിച്ചു നോക്കുന്നേ? പറ. അരുൺ മതി. അല്ല, അരുൺ ഇത്രയൊക്കെ കാട്ടിയല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, അരുൺ ഈ രാത്രി ശ്രീകുട്ടിയുമായി ഗേറ്റിനടുത്തേക്ക് എന്തിനാ പോയേ? വ്യക്തമായിട്ടുള്ള മറുപടി ഇല്ല അല്ലേ? അപ്പൊ ഐശ്വര്യ പറഞ്ഞതാ സത്യമല്ലേ? അമ്മേ, അമ്മ ഇത് തന്നെ പറയാണോ? അരുൺ ഐശ്വര്യ തല്ലിയല്ലോ. ഇവിടെ അരുണാണോ ഐശ്വര്യാണോ അപ്പൊ തെറ്റിയത്? ഇവളെ തല്ലാൻ അരുണിന് എന്ത് അവകാശമുള്ളത്? അത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കും. അത് ഞാനല്ല ചെയ്യേണ്ടത്. സ്വന്തം മനസാക്ഷിയോട് അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ദേ ഈ ആദിയേട്ടനും അമ്മയോ. ഓട്ടമോളെ, അരുണിന് വേണ്ടി ഞാൻ ഐശ്വര്യയോട് മാപ്പ് ചോദിക്കുക. വേണ്ടമ്മേ, സാരമില്ല. അമ്മേ, അമ്മയും ആദിയേട്ടനെയും പറ്റി അരുൺ എന്താ പറഞ്ഞിട്ട് പോയത്? അത് കേട്ടപ്പോ അമ്മയുടെയും ആദിയേട്ടന്റെയും മുഖം വല്ലാതാവുന്നത് ഞാൻ കണ്ടു. എന്താ അത്? പറയമ്മേ. അതൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞ ദേഷ്യത്തിനാവും പറഞ്ഞതാവും. നീ ചെല്ല്. പറഞ്ഞ കേക്കില്ലേ മോളെ? ചെല്ല്, ചെന്ന് കിടക്ക്. ചെന്ന്. ശരിയമ്മേ. പിന്നെ ഇനി ഇതേ ചൊല്ലി വേറെ പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. വസു വാ. ഇവിടെ എല്ലാവരും എന്നിൽ നിന്നും എന്തോ സത്യം ഒളിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. ശ്രീകുട്ടി മോള് ആദ്യട്ടാ, ശ്രീകുട്ടി
മോളെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആ ബഹളത്തിനിടയ്ക്ക് ചോദിക്കാനും പറ്റിയില്ല. അതേക്കുറിച്ച് ഇനി ചോദിക്കാൻ എന്തിരിക്കുന്നു? ശ്രീകുട്ടി എത്തേണ്ടവരുടെ അടുത്തെത്തി. ആദ്യം എന്താ പറയുന്നേ? ആ മോള് അമൃതേ, നീ ടെൻഷൻ ആവണ്ട. ഐശ്വര്യ പറഞ്ഞതാ സത്യം. ശ്രീകുട്ടി ഗസ്റ്റ് ഹൗസിൽ അശ്വതിക്കൊപ്പം ഉണ്ട്. അരുൺ അവരെ അവിടെ കൊണ്ടാക്കി തിരിച്ചു വന്നതാ. അത് ഉറപ്പല്ലേ? ശരിയാണോ ഈ പറയുന്നേ? അതെ, മോൾ അശ്വതിയുടെ അടുത്താ. ഇപ്പോഴൊന്ന് സമാധാനമായത്. സ്വന്തം മനസാക്ഷിയോട് അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ദേ ഈ ആദിയേട്ടനും അമ്മയോ. വസു കരയായിരുന്നോ? ഏയ്, കണ്ണിലെന്തോ പൊടി വീണ് തുടച്ചതാ. കരഞ്ഞത് അരുണിന്റെയും ഐശ്വര്യയുടെയും കാര്യം ഓർത്തോ അതോ ശ്രീകുട്ടിയെ പറ്റി ചിന്തിച്ചോ?